മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നരേന്ദ്രമോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എല്ലാ ഏകാധിപതികൾക്കും ഭയമാണ്. ഒരു ചാനലിന് കൊടുത്ത അഭിമുഖം പോലീസ് ആവശ്യപ്പെട്ടിട്ട് നീക്കം ചെയ്യുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. നാലോട്ടിന് വേണ്ടി എന്ത് നിലപാട് സ്വീകരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ തിരിച്ചടി കൊടുത്തപ്പോൾ പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി. ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിൽ മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുത്തത് ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. അന്നു മുതൽ വർഗീയത പ്രസംഗിക്കുന്നവർക്ക് പൊന്നാട അണിയിക്കാൻ പോയത് ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും മാറി മാറി പ്രോത്സാഹിപ്പിച്ച ആളാണ് പിണറായി വിജയൻ. പറയുന്നത് മാറ്റി പറയുന്ന ആളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്ത ആളല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നുണ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു ബന്ധമില്ലെന്ന്? ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയപ്പോ പറഞ്ഞ ആളല്ലേ? അദ്ദേഹമാണ് പറയുന്ന വാക്ക് മാറ്റി പറയുന്നത്, നുണ പറയുന്നത്. എനിക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് നുണയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ബന്ധമുണ്ടെന്ന് തെളിയിക്കാമല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ടല്ലോ. അപ്പൊ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് ശബരിമല പറഞ്ഞില്ലേ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ? എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പാർലമെന്റിൽ തോറ്റപ്പോ എല്ലാ വീടുകളിലും ഇറങ്ങി മാപ്പി ചോദിച്ചില്ലേ? CPM മാപ്പി ചോദിച്ചില്ലേ? ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM-കാർ ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി ഒരു നടപടിയെടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടായോ? കൊള്ളക്കാരെയും കവർച്ചക്കാരെയുമാണ് ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. എന്നിട്ടിപ്പോ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാണ്. രാഹുൽ ഗാന്ധിയെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ മകനൊരു സമൻസ് മാത്രമേ വന്നുള്ളൂ. പിന്നെ അത് എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. ആരാണ്? RSSുമായിട്ട് എന്റെ വീട്ടിലേക്ക് BJP എല്ലാ മാസവും മാർച്ച് വയ്ക്കും. എന്റെ പറവൂരിലെ വീട്ടിലേക്ക്. എനിക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായി അവരാണ് എല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത്. ആരായിട്ട്? RSS. ഞങ്ങളെ തോൽപ്പിക്കാനാണ് BJP നടക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് നടക്കുന്നത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.